Hi dears, welcome back. ഇന്ന് നമുക്ക് 5 ചേരുവകൾ കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിടിലൻ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ക്രീമോ കണ്ടൻസ് മിൽക്കോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അതൊന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റോട് കൂടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ക്രീമി പുഡിങ്ങാണിത്. നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് പാർട്ടികളിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡു പുഡിങ്ങാണിട്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ ഒരു പുഡിങ്ങിലേക്ക് വേണ്ട ചൈന ഗ്രാസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുള്ളത് 25 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് കേട്ടോ ചൈന ഗ്രാസ്. അപ്പോൾ അതിൻ്റെ പകുതിയാണ് നമുക്ക് ഈ ഒരു പുഡിങ്ങിലേക്ക് വേണ്ടത്. ഒരു 12 ഗ്രാം ചൈന ഗ്രാസ് മതിയാവും കേട്ടോ. ചൈന ഗ്രാസ് കൂടി പോയാൽ പുഡിങ് ടേസ്റ്റ് തന്നെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാനിത് ചൈന ഗ്രാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒന്നും കൂടെ ചെറുതാക്കി മുറിച്ചിട്ടിട്ട് ഈ സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പെട്ടെന്നൊന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടോ മുറിച്ചിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1.25 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഒരു കപ്പ് എന്ന് പറയുന്നത് 250 ml ഒരു കപ്പാണ് കേട്ടോ. അപ്പോൾ 1.25 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ചൈന ഗ്രാസ് മുങ്ങിക്കിടക്കുന്ന വിധത്തിലാട്ടോ വെള്ളം വേണ്ടത്. ഇനി ഈ സോസ് പാന് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഞാൻ വേറൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 3 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. 3 കപ്പ് പാലിലേക്കാണ് നമുക്ക് 12 ഗ്രാം ചൈന ഗ്രാസ് വേണ്ടത്. 250 ml കപ്പിന് 3 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അതായത് 3/4 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പാല് നമുക്കിനി സ്റ്റൗവിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അതേ സമയം തന്നെ നമുക്ക് ചൈന ഗ്രാസും കൂടെ ഒന്ന് മെൽറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ചൈന ഗ്രാസ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മെൽറ്റാക്കിയെടുക്കാം. പാല് ഞാൻ ഹൈ ഫ്ലെയിമിലാട്ടോ വെച്ചിട്ടുള്ളത്. പാല് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു പുഡിങ്ങിന് നല്ലൊരു ടേസ്റ്റും നല്ലൊരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം നമ്മളിതിൽ കണ്ടൻസ് മിൽക്കോ ക്രീമോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ലല്ലോ. ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇനി പാൽപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് 1 ലിറ്റർ പാലെടുക്കാം. എന്നിട്ട് പാല് തിളപ്പിച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. ഒരു 5-6 മിനിറ്റ് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്താലും മതി. പാൽപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി ഈ പാല് ഞാനൊന്ന് മാറ്റി വെക്കുകയാണ്. അതേസമയം നമ്മുടെ ചൈന ഗ്രാസ് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതാ വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഈ പഞ്ചസാര നമുക്കൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. പഞ്ചസാര നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കാരമലൈസ് ചെയ്തെടുക്കുക കേട്ടോ. പഞ്ചസാര കരിഞ്ഞു പോയാൽ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ചിക്കു ആണ് നമുക്ക് ഈ ഒരു പുഡിങ്ങിലേക്ക് മെയിനായിട്ട് വേണ്ടത് സപ്പോട്ട. അപ്പോൾ ഞാനിവിടെ ഒരു 300 ഗ്രാം സപ്പോട്ട എടുത്തിട്ടുണ്ട്. ഈ ഒരു സപ്പോട്ട നമ്മൾ ഇതിൻ്റെ തൊലിയും കുരുവൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സപ്പോട്ട എടുക്കുന്ന സമയത്ത് നല്ല പഴുത്ത സപ്പോട്ട തന്നെ എടുക്കുക കേട്ടോ. പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ വെച്ചത് നമ്മൾ ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പഞ്ചസാര ഇപ്പോൾ ചെറുതായിട്ട് കാരമലൈസ് ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സപ്പോർട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നാക്കി പേസ്റ്റാക്കി അരച്ചെടുക്കുക കേട്ടോ. നല്ല ഫൈൻ പേസ്റ്റാക്കിയിട്ട് തന്നെ അരച്ചെടുക്കുക. പിന്നെ നിങ്ങൾ സപ്പോർട്ട് എടുക്കുന്ന സമയത്ത് നല്ല മധുരമുള്ള സപ്പോർട്ടിനെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. നല്ല മധുരമുള്ള സപ്പോർട്ട് ആകുമ്പോൾ കേട്ടോ പുഡിങ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു സപ്പോർട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഒരു സമയം കൊണ്ട് നമ്മുടെ പഞ്ചസാരക്ക് നന്നായിട്ട് കാരമലൈസ് ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ ഇത്ര കളറായാൽ മതി കേട്ടോ. ഒരുപാട് കളറാവേണ്ട, അപ്പോൾ കരിഞ്ഞൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പാല് സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ കാരമലൈസ് ചെയ്ത് വെച്ചിട്ടുള്ളതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കാരമലൈസ് ചെയ്ത പഞ്ചസാര നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് കട്ട പിടിച്ച പോലെ ഉണ്ടാവും. അത് കുഴപ്പമൊന്നുമില്ല. ഈ പാല് നന്നായിട്ട് തിളച്ച് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇത് നന്നായി മെൽറ്റ് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പാല് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുമ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ പാല് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചൈന ഗ്രാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അതുപോലെ തന്നെ ഇതാ പാലും നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ സപ്പോർട്ടിൻ്റെ പേസ്റ്റ് നമുക്ക് ഈ ഒരു പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ സപ്പോർട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇത് ചൂടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. സപ്പോർട്ടും പാലൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ചൈന ഗ്രാസും അതുപോലെ ഈ ഒരു പാലിൻ്റെ മിക്സും നല്ല ചൂട് വേണം കേട്ടോ. എന്നാൽ മാത്രമേ ഇത് പെട്ടെന്ന് സെറ്റായി കിട്ടുള്ളൂ. അപ്പോൾ ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേഗം തന്നെ നമ്മൾ പുഡിങ് സെറ്റ് ചെയ്തെടുക്കുന്ന പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതുപോലെ ഒരു ട്രേയിലാണ് കേട്ടോ പുഡിങ് സെറ്റ് ചെയ്തെടുക്കുന്നത്. കുറച്ച് ഞാൻ ഈ ഒരു ട്രേയിലും സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലത്തെ 2 ഗ്ലാസ്സിലുമാണ് കേട്ടോ പുഡിങ് സെറ്റ് ചെയ്തെടുക്കുന്നത്.
പുഡിങ് നമ്മൾ സെറ്റാകാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മുകളിൽ വേണ്ട ഡെക്കറേഷനൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കാഷ്യൂനട്ട് പൊടിച്ചതും ബദാം സ്ലൈസ് ചെയ്തതാണ് കേട്ടോ ഈ ഒരു ട്രേയിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ ഗ്ലാസ്സിൽ ഞാൻ കുറച്ച് പിസ്ത പൊടിച്ചതും കാഷ്യൂനട്ട് പൊടിച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തണുത്ത ശേഷം ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടും. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2-3 മണിക്കൂർ നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ. കാരണം പുഡിങ് നല്ല തണുത്തിട്ട് കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ ഒരു പുഡിങ് ഞാൻ 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായി തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ചൈന ഗ്രാസ് ചേർത്തുകൊണ്ട് തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതിൽ ചേർത്തിട്ടുള്ള ചൈന ഗ്രാസിൻ്റെ അളവൊക്കെ കറക്റ്റാണ് കേട്ടോ. കാരണം നല്ല മധുരമുണ്ട്. ചൈന ഗ്രാസ് കൂടിപ്പോയാൽ പുഡിങ്ങിൽ അത്ര മധുരം ഉണ്ടാവില്ല കേട്ടോ. മധുരം നന്നായിട്ട് കുറയും ചൈന ഗ്രാസ് കൂടിപ്പോയാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ചൈന ഗ്രാസിൻ്റെ അളവും മധുരവും ഒക്കെ കറക്റ്റാണ് കേട്ടോ. നിങ്ങൾ ഈ അളവിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കി, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. നല്ല ടേസ്റ്റുള്ള പുഡിങ്ങാണിത്. നമുക്ക് 10 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. വളരെ കുറച്ച് ചേരുവകളെല്ലാം ആവശ്യമുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഈ പുഡിങ്ങിൻ്റെ കറക്റ്റ് ഇൻഗ്രീഡിയൻസും മെഷർമെൻറ്റൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്